ഹൃദയപൂർവ്വം സിനിമ അങ്ങനെ കണ്ടു. സിനിമയുടെ തുടക്കത്തിൽ രസതന്ത്രത്തിൻ്റെ BGM ഒക്കെ ഇട്ടാണ് ആശീർവാദിൻ്റെ ആ ഒരു ആനിമേഷൻ വീഡിയോ കാണിച്ചത്. അത് നൈസായിരുന്നു. പിന്നെ ഹൃദയപൂർവ്വം എന്ന ടൈറ്റിൽ ഫോണ്ട് എഴുതി കാണിച്ചതൊക്കെ കിടിലനായിരുന്നു. സിനിമയുടെ കഥയെപ്പറ്റി ചെറുതായിട്ട് പറയുകയാണെങ്കിൽ, ലാലേട്ടൻ്റെ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന ക്യാരക്ടർ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് വിധേയനാവുന്നു. ഒരു കേണലിൻ്റെ ഹൃദയമാണ് ലാലേട്ടൻ്റെ കഥാപാത്രത്തിന് വെച്ചത്. ആ ഒരു കേണലിൻ്റെ മകളായ മാളവിക മോഹനനെ അവതരിപ്പിച്ച ഹരിത എന്ന കഥാപാത്രത്തിൻ്റെ വിവാഹ നിശ്ചയത്തിനായി ലാലേട്ടൻ്റെ സന്ദീപ് ബാലകൃഷ്ണൻ എന്ന ക്യാരക്ടർ പൂനെയിലേക്ക് വരുന്നു. പിന്നീട് അവിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് സിനിമ പറയുന്നത്. ഫസ്റ്റ് ഹാഫിൽ ലാലേട്ടൻ, സംഗീത് പ്രതാപ് കോമഡി സീൻസൊക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. സിദ്ദിഖിൻ്റെ കോമഡി സീൻസും എല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ ലാലേട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സിനിമയിൽ വീഡിയോ കോൾ ചെയ്യുന്ന ഒരു ലേഡി ക്യാരക്ടറുണ്ട്. അവരും അവരുടെ റോള് മികച്ചതാക്കി ചെയ്തിട്ടുണ്ട്. ലാലേട്ടന് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ഈ ഒരു സിനിമയിൽ. ആ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു പയ്യനുണ്ട്. ആ ക്യാരക്ടറിൻ്റെ കോമഡീസും അത്യാവശ്യം വർക്കായിട്ടുണ്ട്. ലാലു അലക്സിനും നല്ല റോളാണ് സിനിമയിലുള്ളത്. മാളവിക മോഹൻ്റെ ക്യാരക്ടറും സംഗീതയുടെ ക്യാരക്ടറും ലാലേട്ടൻ്റെ കഥാപാത്രവുമായി നല്ലൊരു കെമിസ്ട്രി ബിൽഡ് ചെയ്തെടുക്കാൻ സിനിമയുടെ ഫസ്റ്റ് ഹാഫിന് കഴിഞ്ഞിട്ടുണ്ട്. ഫഹദ് ഫാസിലിൻ്റെ പല റെഫറൻസുകളും സിനിമയിൽ പലയിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അതും നന്നായിട്ടുണ്ട്. പിന്നെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ട്രോൾ ചെയ്ത ഈ ഒരു രംഗം സിനിമയിൽ കോമഡി ആയിട്ട് തന്നെ ചെയ്തതാണ്, അല്ലാത്ത സീരിയസ് ആയിട്ട് ചെയ്തൊരു സീനല്ലത്. സിനിമ കാണാതെ ട്രോൾ ചെയ്യാൻ വേണ്ടി അങ്ങനെ കുറേ ചിലർ. സെക്കൻഡ് ഹാഫിൽ ഒരുപാട് ഇമോഷണൽ സീൻസിലൂടെ സിനിമ ട്രാവൽ ചെയ്യുന്നുണ്ട്. അതെല്ലാം ഇമോഷണലി കണക്റ്റ് ആവുന്നുമുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിലുള്ളതുപോലെ തന്നെ അവിടെ ഇവിടങ്ങളിലൊക്കെ കോമഡി സീൻസും സെക്കൻഡ് ഹാഫിലുണ്ട്. അതും നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ സംഗീത് പ്രതാപ് ലാലേട്ടൻ കോമ്പോയിലുള്ള കോമഡി സീൻസാണ് സിനിമയിൽ ഉടനീളം ഉള്ളത്. സെക്കൻഡ് ഹാഫിൽ വരുന്ന 2 ക്യാമിയോസ് നേരത്തെ തന്നെ സെൻസർ ബോർഡ് ലീക്കാക്കിയതാണ്. അതായത് ബേസിൽ ജോസഫ്, മീര ജാസ്മിൻ. ബേസിൽ ജോസഫിൻ്റെ ക്യാമിയോ അടിപൊളിയായിരുന്നു. ഒരു കോമഡി സീനിലാണ് ബേസിൽ ജോസഫ് വരുന്നത്. ലാലേട്ടനോടൊപ്പമാണ് മീര ജാസ്മിന് കോമ്പിനേഷൻ സീനുള്ളത്. കുറച്ച് സെക്കൻഡുകൾ മാത്രം ആ ഒരു സീൻ ഉണ്ടായിരുന്നെങ്കിലും ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു റെസ്പോൺസാണ് ആ ഒരു സീനിനുണ്ടായത്. സത്യനന്ദിക്കാടിൻ്റെ ഡയറക്ഷനിൽ മീര ജാസ്മിൻ ലാലേട്ടൻ കോമ്പോയിലൊരു സിനിമ ഉണ്ടാവണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. ഫ്യൂച്ചറിൽ ആ ഒരു സിനിമ നടന്നേക്കാം. പിന്നെ സിനിമയുടെ സെക്കൻഡ് ഹാഫിൽ ഒരു കിടിലൻ ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റണ്ട് സെൽവിയാണ് ആ ഒരു ഫൈറ്റ് സീനൊക്കെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. ജസ്റ്റിൻ പ്രഭാകറിൻ്റെ BGMഉം സോങ്സൊക്കെ നന്നായിട്ടുണ്ട്. സോനു TP ആണ് സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത്. അതുപോലെ സ്റ്റോറി അഖിൽ സത്യൻ്റെയാണ്. സിംഗ് സൗണ്ടിൽ സിനിമ ചിത്രീകരിച്ചതും പ്രത്യേക ഫീലായിരുന്നു. പിന്നെ സത്യനന്ദിക്കാടിൻ്റെ കിടിലൻ ഡയറക്ഷനും കൂടി ആയപ്പോൾ ബോറടിക്കാതെ 2.5 മണിക്കൂർ കണ്ടിരിക്കാൻ പറ്റുന്ന കുറച്ച് തമാശകളും ഇമോഷൻസൊക്കെ അടങ്ങുന്ന ഒരു കിടിലൻ ഫീൽ ഗുഡ് പടമായിട്ട് ഹൃദയപൂർവ്വം മാറുന്നു. എന്തായാലും ഫാമിലി ഓഡിയൻസ് സിനിമ ഏറ്റെടുക്കുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഹൃദയപൂർവ്വം എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ.